ഓം ഗുരുഭ്യോ നമഃ. എല്ലാ സുഹൃത്തുക്കൾക്കും A1 അസ്ട്രോവാലി ജ്യോതിഷ ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ചർച്ചാ വിഷയം 27 നക്ഷത്രക്കാരിൽ ആരൊക്കെയാണ് ഇന്നത്തെ ഭാഗ്യ നക്ഷത്രക്കാർ. ഈ വിഷയമാണ് ഇന്നിവിടെ പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. ഇതുകൂടാതെ 12 രാശിക്കാരുടെയും ദിനഫലവും ഇന്നത്തെ ദിവസം പ്രവചിക്കുന്നുണ്ട്. ഇന്ന് ഇംഗ്ലീഷ് വർഷം 2025 ജൂലൈ മാസം 21 തീയതി, മലയാള വർഷം 1200 ആണ്ട് കർക്കിടക മാസം 5 തീയതി, തിങ്കളാഴ്ച ദിവസത്തെ ഫലമാണ് ഇന്നിവിടെ പരിശോധിക്കുന്നത്. വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിത്യജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വിഷയങ്ങളിൽ ചിലത് എന്ന് ചർച്ച ചെയ്യാം. ഇന്നത്തെ നക്ഷത്രം രോഹിണിയാണ്. ഇന്നത്തെ പിതൃ ശ്രാദ്ധ നക്ഷത്രം തിഥിയും രോഹിണിയും ദ്വാദശിയും ആണ്. ഇന്നത്തെ ശുഭമുഹൂർത്ത വേളകൾ പരിശോധിക്കാം. ബ്രഹ്മമുഹൂർത്തം 4:40 AM മുതൽ 5:28 AM വരെയാണ്. അമൃതമുഹൂർത്തം 6:07 PM മുതൽ 7:36 PM വരെയാണ്. അഭിജിത്ത് മുഹൂർത്തം 12:05 PM മുതൽ 12:55 PM വരെയാണ്. വ്യാഴകാല സമയം 10:56 AM മുതൽ 12:30 PM വരെയാണ്. ഗുളികകാല സമയം 2 PM മുതൽ 3:36 PM വരെയാണ്. ഇനി ഇന്നത്തെ അശുഭമുഹൂർത്ത വേളകൾ പരിശോധിക്കാം. രാഹുകാലം രാവിലെ 7:50 AM മുതൽ 9:23 AM വരെയാണ്. ദുർമുഹൂർത്ത വേളകൾ ഉച്ചയ്ക്ക് ശേഷം 1:42 PM മുതൽ 3:11 PM വരെയാണ്. ഇനി ഇന്നത്തെ 12 രാശിക്കാരുടെയും ഫലപ്രവചനം. ആദ്യം മേടം രാശിക്കാരാണ്. മേടം രാശിക്കാർക്ക് ഇന്നത്തെ ദിവസം ഒരു കാര്യത്തിൻ്റെ പല വശങ്ങളെക്കുറിച്ച് ചിന്തിച്ച് യാഥാർത്ഥ്യ ബോധത്തോടു കൂടി പെരുമാറുന്നതാണ്. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ യുക്തിക്ക് നിരക്കുന്ന തീരുമാനങ്ങൾ കൈക്കൊള്ളുക. വാദപ്രതിവാദങ്ങളിൽ നിന്ന് ഇന്ന് അകന്നു നിൽക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്തത് ഇടവം രാശിയാണ്. ഇടവം രാശിക്കാർക്ക് ഇന്നത്തെ ദിവസം കഠിനാധ്വാനത്തിന് ഫലം കാണാൻ കഴിയുന്നതാണ്. ഇന്നത്തെ ദിവസം ഏർപ്പെടുന്ന സകല കാര്യങ്ങളിലും വിജയിക്കാൻ സാധ്യത കാണുന്നു. മേലുദ്യോഗസ്ഥരുടെ പ്രശംസയ്ക്ക് അർഹനാകും. നിങ്ങളെ സഹായിക്കാനായി ചിലർ ഇന്ന് മുന്നോട്ട് വരുന്നതാണ്. ഇന്ന് ശത്രുക്കളുടെ ശല്യം ഉണ്ടാകുന്നതല്ല. അടുത്തത് മിഥുനം രാശിയാണ്. മിഥുനം രാശിക്കാർക്ക് ഇന്നത്തെ ദിവസം പല കാര്യങ്ങളിലും അരക്ഷിതാവസ്ഥ ഉള്ളതിനാൽ ഒഴുക്കിനനുസരിച്ച് പോകുന്നതാണ് ഇന്ന് നല്ലത്. നിങ്ങളുടെ അഹന്തയ്ക്ക് ഇന്ന് തിരിച്ചടി ഉണ്ടാകും. ഏതെങ്കിലും രീതിയിൽ തിരിച്ചടി നേരിടേണ്ടി വരും. ആയതിനാൽ ഇന്ന് സംയമനത്തോടുകൂടി പ്രവർത്തിക്കേണ്ടതാണ്. അടുത്തത് കർക്കിടകം രാശിയാണ്. കർക്കിടകം രാശിക്കാർക്ക് ഇന്നത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് പുതിയ ഒരു ഉൾക്കാഴ്ച ലഭിക്കുന്ന ദിവസമാണ്. അഥവാ മറ്റൊരാൾ നിങ്ങളുടെ കാഴ്ചപ്പാടിനെക്കുറിച്ച് തിരുത്തലുകൾ പറഞ്ഞു തരുന്നതായിരിക്കും. നിങ്ങളുടെ പോരായ്മകൾ തിരിച്ചറിയാൻ സാധിക്കുന്നതാണ്. അതിലൂടെ ഭാവി ജീവിതത്തെയും ഇപ്പോൾ നിങ്ങളെ അലട്ടുന്ന പ്രധാന പ്രശ്നത്തെക്കുറിച്ചും എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അടുത്തത് ചിങ്ങം രാശിയാണ്. ചിങ്ങം രാശിക്കാർക്ക് ഇന്നത്തെ ദിവസം കഴിഞ്ഞകാല പ്രശ്നങ്ങളിൽ നിന്ന് കരകയറുന്ന ഒരു ദിവസമാണ്. മേൽ ഉദ്യോഗസ്ഥരുടെ നിയന്ത്രണം ഉണ്ടാകും. കുറച്ച് കഠിനാധ്വാനം ചെയ്താൽ നേട്ടങ്ങൾ ഉറപ്പിക്കാവുന്നതാണ്. ചില വ്യക്തികളുമായി ആശയ സംഘടനം നേരിടാൻ സാധ്യതയുണ്ട്. പക്ഷേ ആ സന്ദർഭം നിങ്ങൾ ഫലപ്രദമായി നേരിടും. അടുത്തത് കന്നിക്കൂറാണ്. കന്നിരാശിക്കാർക്ക് ഇന്നത്തെ ദിവസം നിങ്ങൾ ആരുടെയും ഉപദേശങ്ങൾ സ്വീകരിക്കുകയില്ല. സ്വന്തം ഇഷ്ടപ്രകാരം പ്രവർത്തിക്കും. ഇന്നത്തെ ദിവസം കുതികാൽ വെട്ടികളെ ഫലപ്രദമായി നേരിടുന്നതായിരിക്കും.
ശരിക്കും മനസ്സും ബുദ്ധിയും ഉപയോഗിച്ച് സമർത്ഥമായി പെരുമാറേണ്ടതാണ്. ബുദ്ധിമുട്ടുകൾ ഒരു പരിധിവരെ ഇന്ന് തരണം ചെയ്യുന്നതായിരിക്കും. അടുത്തത് തുലാം രാശിക്കാരാണ്. ഇന്നത്തെ ദിവസം പുതിയ സുഹൃത്തുക്കൾ ഉണ്ടാകും. കുടുംബത്തിൻ്റെ പിന്തുണ കുറയുന്ന ദിവസമാണ്. നിങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന പ്രവൃത്തികൾക്ക് സ്വയം പ്രതിജ്ഞാബദ്ധരാകേണ്ടതാണ്. നിങ്ങളുടെ പ്രവൃത്തിയിൽ സമൂഹമധ്യത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ദിവസമാണ്. അർപ്പണ ബുദ്ധിയോടുകൂടി ഇന്ന് പ്രവർത്തിക്കേണ്ടതാണ്. അടുത്തത് വൃശ്ചികം രാശിക്കാരാണ്. ഇന്നത്തെ ദിവസം ജോലി സംബന്ധമായോ വ്യക്തിപരമായോ യാത്രകൾ ചെയ്യാൻ ഇടവരും. വളരെ നല്ല യാത്രാനുഭവം ഉണ്ടാകുന്നതാണ്. നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവർ നല്ലത് പറയുവാൻ സാധ്യത കാണുന്നു. സ്ത്രീകൾ നിമിത്തം നേട്ടങ്ങൾ ഉണ്ടാകും. വീട്ടാവശ്യത്തിനായോ മറ്റോ സാധന സാമഗ്രികൾ വാങ്ങാൻ കഴിയും. അടുത്തത് ധനുരാശിക്കാരാണ്. ധനുരാശിക്കാർക്ക് ഇന്നത്തെ ദിവസം ജോലിസ്ഥലത്ത് ശുപാർശകൾ ഉണ്ടാകാൻ ഇടയുണ്ട്. സുഹൃത്തുക്കളുമായി യാത്ര പോകുന്നതിനെക്കുറിച്ച് ആലോചിക്കും. ജോലിസ്ഥലത്ത് പുതിയ പരിഷ്കാരങ്ങൾക്ക് ചിലർ ശ്രമിക്കും. എന്നാൽ നിങ്ങൾ അതിന് വഴങ്ങില്ല. പുതിയ പരീക്ഷണത്തിന് ഇന്ന് നല്ലതല്ല. നിങ്ങൾ നിങ്ങളുടെ തൊഴിലിൽ ഉറച്ചു നിൽക്കുക. നിങ്ങളുടെ ആശയങ്ങളും കഴിവുകളും ശക്തമാക്കുക. പരമ്പരാഗത തൊഴിലിൽ വിജയം നേടാൻ കഴിയുന്നതാണ്. അടുത്തത് മകരം രാശിക്കാരാണ്. ഇന്നത്തെ ദിവസം പുതിയ പാതകൾ തുറക്കപ്പെടും. പുതിയ അവസരങ്ങൾ തീർച്ചയായും ഉണ്ടാകും. നിങ്ങൾ സീരിയസ് അല്ലാതെ ചെയ്തിട്ടുള്ള തൊഴിലിലോ മറ്റോ വലിയ ആദായം ലഭിക്കുന്ന ദിവസമാണ്. ഇന്ന് ഉപജീവന മാർഗം വലിയ രീതിയിൽ തുറന്നു കിട്ടപ്പെടും. അടുത്തത് കുംഭം രാശിക്കാരാണ്. കുംഭം രാശിക്കാർക്ക് ഇന്നത്തെ ദിവസം മറ്റുള്ളവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കും. ആയതിനാൽ ഇന്ന് നിങ്ങൾ ഏർപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും വിജയിക്കുന്നതാണ്. ആശയക്കുഴപ്പം ഉണ്ടാകാതെ ശ്രദ്ധാപൂർവം പ്രവർത്തിക്കുക. ചെറിയ തടസ്സങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട്. ഉത്സാഹത്തോടെ പ്രവർത്തിക്കാൻ ശ്രമിക്കേണ്ടതാണ്. അടുത്തത് മീനം രാശിക്കാരാണ്. മീനം രാശിക്കാർക്ക് ഇന്നത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ചും ലക്ഷ്യത്തെക്കുറിച്ചും ഇന്ന് ശാന്തമായി ചിന്തിക്കുക. തിരക്കുകൾ മാറ്റിവെച്ച് ശാന്തമായി ചിന്തിച്ച് പ്രവർത്തിക്കേണ്ട ദിവസമാണ്. ഇന്നത്തെ ദിവസം ജീവിതത്തെക്കുറിച്ചും വ്യക്തിബന്ധങ്ങളെക്കുറിച്ചും പുനർചിന്തനം നടത്തണം. ജോലിയിൽ അവധിയെടുക്കാൻ സാധ്യതയുണ്ട്. ഇനി ഇന്നത്തെ പ്രധാന വിഷയത്തിലേക്ക് കിടക്കാം. 27 നക്ഷത്രക്കാരിൽ ആരൊക്കെയാണ് ഇന്നത്തെ ഭാഗ്യ നക്ഷത്രക്കാർ എന്ന് പരിശോധിക്കാം. ഇന്നത്തെ ഭാഗ്യ നക്ഷത്രക്കാർ രോഹിണി, പൂരാടം, ഉത്രാടം, ഉത്രട്ടാതി, കാർത്തിക, പൂരം, പുണർദം, പൂരുരുട്ടാതി, പൂയം എന്നീ നക്ഷത്രക്കാരാണ് ഇന്നത്തെ ദിവസത്തെ സൗഭാഗ്യ നക്ഷത്രക്കാർ. ഇവർ ഇന്ന് ഏർപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും പൂർണ്ണ വിജയം കൈവരിക്കുന്നതാണ്. ഇവർക്കിന്ന് ഏതെങ്കിലും തരത്തിലുള്ള വലിയ നേട്ടങ്ങൾ തീർച്ചയായും ലഭിക്കും. ഇവരിൽ ചിലർക്ക് ഇന്നത്തെ ദിവസം ലോട്ടറി ഭാഗ്യം ലഭിക്കുന്നതാണ്. ഇവരെ കൂടാതെ ഭരണി, ഉത്രം, അനിഴം, വിശാഖം, മകം, മൂലം എന്നീ നക്ഷത്രക്കാർക്കും ഇന്നത്തെ ദിവസം ചെറിയ രീതിയിൽ സൗഭാഗ്യങ്ങൾ ലഭിക്കുന്നതാണ്. ഇന്നത്തെ സൗഭാഗ്യ നക്ഷത്രക്കാർ ജനിക്കുന്ന സമയത്തെ ഗ്രഹനിലയിൽ ലഗ്നാലോ ചന്ദ്രാലോ ശുഭഗ്രഹങ്ങൾ സ്ഥിതി ചെയ്യുന്നവർക്കാണ് വലിയ രീതിയിലുള്ള സൗഭാഗ്യങ്ങൾ ഇന്ന് ലഭിക്കുക. അല്ലാത്തവർക്ക് ലഗ്നാലോ ചന്ദ്രാലോ പാപഗ്രഹങ്ങൾ സ്ഥിതി ചെയ്യുന്നവർക്ക് ഇന്നത്തെ ദിവസം പരിഹാരങ്ങൾ ചെയ്യേണ്ടതാണ്. പരിഹാരങ്ങൾ ചെയ്യാൻ അറിയാത്തവർ നവഗ്രഹ ഹോമം, നവഗ്രഹ പൂജ, ജാതകത്തിലെ 9ാം ഭാവാധിപന് ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി എന്നിവ നടത്തേണ്ടതാണ്. ഇതിനും സാധിക്കാത്തവർ നമ്മുടെ ജ്യോതിർമഠത്തിൻ്റെ ദിവസേന നടത്തിവരാറുള്ള സമൂഹ ഗണപതി ഹോമം, സമൂഹ നവഗ്രഹ ഹോമം, സൗഭാഗ്യ പൂജ
എന്നിവയിൽ സൗജന്യമായി പങ്കെടുക്കാൻ കമൻറ്റിലൂടെ പേരും നാളും അറിയിക്കേണ്ടതാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് സൗഭാഗ്യ നക്ഷത്രക്കാർ എന്ന വിഷയം ഇവിടെ ചുരുക്കുന്നു. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.